നരേന്ദ്രമോദി 3399 ദിവസങ്ങൾ പ്രധാനമന്ത്രി കസേരയിൽ തികച്ചു എന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റുവിനേക്കാൾ കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവിയിലിരുന്ന ഒരു ആൾ എന്ന നിലയ്ക്കുള്ള പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്കുള്ള ഒരു പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ടാവുകയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് പേര് അഭിനന്ദിക്കുന്നുണ്ട്. കമൽ ഹാസനൊക്കെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനെ പ്രകീർത്തിക്കുന്നത് കണ്ടു. അപ്പോൾ മോദി ഇത്രയും വർഷങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലിരിക്കുമ്പോൾ ഇന്ത്യക്കുണ്ടായിട്ടുള്ള മാറ്റം എന്താണ്? ഇന്ത്യൻ പൊളിറ്റിക്സിലുണ്ടായിട്ടുള്ള മാറ്റം എന്താണ്? അത് എന്തുമാത്രം വലിയൊരു മേജർ ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്? അത് ഇന്ത്യയുടെ സാമൂഹ്യ മണ്ഡലത്തിലും കക്ഷി രാഷ്ട്രീയത്തിലും ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്താണ്? അതിൻ്റെ ഒരു തിരിച്ചുപോക്കോ മാറ്റമോ ഇനി സാധ്യമാണോ പോലുള്ള ക്വസ്റ്റ്യൻസാണ് എനിക്ക് തോന്നുന്നു ഇത്രയും കാലം അദ്ദേഹം ഇരിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ പോയിൻ്റായിട്ട് വരുന്നത് തോന്നുന്നു. സാർ എന്താണ് തോന്നുന്നത്? മോദി എങ്ങനെയാണ് 10 വർഷം കൊണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സിനെ മാറ്റിയത്? ഈ നമ്മൾ 10 എന്ന് പറയുമ്പോൾ 12 വർഷം അല്ലേ, 2 വർഷം കൂടി ആയല്ലോ, 12 വർഷമായി. പക്ഷേ കാണേണ്ടത് ഈ സാങ്കേതികമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ 4399 ദിവസം, 4398 ദിവസമാണ് ജവഹർലാൽ നെഹ്റു സാങ്കേതികമായി ഇരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലൂടെ ഒരു തെരഞ്ഞെടുപ്പിൽ 1952 നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായത്. അതാണ് ഇതിലെ വ്യത്യാസമായിട്ട് കാണുന്നത്, ഒരു ദിവസത്തെ വ്യത്യാസമായിട്ട് കാണുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ടത് അതിന് 5 വർഷം മുമ്പേ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, 47 തൊട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആകെ പ്രധാനമന്ത്രി പദത്തിലിരുന്നത് 6130 ദിവസമാണ്. ആ 6130 എന്നതിനെയാണ് ഈ കേവലമായ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ഈ 4398 ഞാൻ മറികടന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതും നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അതിൽ വീണുപോയ കമലഹാസനെ പോലെയുള്ള ആളുകളും എല്ലാം കൂടി ചേർന്ന് ആഘോഷിക്കുന്നത് അതാണെന്ന് ആലോചിക്കണം. 6310 വേഴ്സസ് 4399 യഥാർത്ഥത്തിൽ. അപ്പോൾ ചോദിക്കും, തിരഞ്ഞെടുക്കപ്പെടാത്തൊരു പ്രധാനമന്ത്രിയെ നിങ്ങൾ അങ്ങനെ കണക്കാക്കണം. കാര്യം അത് ഇന്ത്യൻ ജനത അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തന്നെയാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഒരു മൂവ്മെൻറ്റിലൂടെ, ഒരു ദേശീയ പ്രസ്ഥാനമെന്ന് നമ്മൾ വിളിക്കുന്ന ആ മൂവ്മെൻറ്റിലൂടെ ആ പൊസിഷനിൽ ഇരിക്കാൻ ഏറ്റവും അർഹനായ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണെന്ന് കണ്ടെത്തുകയാണ് ചെയ്തത് ഒരു രാജ്യം. അല്ലാതെ അതേതെങ്കിലും ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നില്ല, ഒരു കണ്ടെത്തലാണത്. ആ കണ്ടെത്തലും അതിൻ്റെ ഭാഗമായി ഉണ്ടായ അധികാര ആരോഹണവുമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള പീരീഡാണ് അല്ലേ. ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു രാജ്യത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഏറ്റവും പ്രയാസകരമായൊരു കാലഘട്ടമാണ്. അത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സാങ്കേതികമായ ആ ഒരു കാരണം കൊണ്ട് അത് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ഇല്ലായിരുന്നു എന്നോ അല്ലെങ്കിൽ അതിന് അർത്ഥമില്ല എന്നോ പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഈ പറയുന്ന ഈ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ വെച്ചിട്ട് ഇത് ആഘോഷിക്കുന്നത് മഹാ അബദ്ധമാണ് എന്നാണ് എൻ്റെ ഒന്നാമത്തെ പക്ഷം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ റാവു പറഞ്ഞല്ലോ, ഈ കാലഘട്ടം ഈ 10-12 വർഷം എന്ന് പറയുന്നത് മരിച്ചു പോയതുകൊണ്ടാണ്. അതും കൂടിയാണ്, അതും പറയണം. നെഹ്റു മരിച്ചു പോയതുകൊണ്ട് കൂടിയാണ് അത് അവിടെ അവസാനിച്ചതെന്ന് നമ്മൾ കാണണം. ഇപ്പോൾ 64 മരിക്കുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹം തുടരുകയായിരുന്നു. പക്ഷെ അതിനകത്തുള്ളൊരു സംഗതി എന്താണെന്ന് നമ്മൾ കാണേണ്ടത്, നെഹ്റു മരിക്കുന്നത് എങ്ങനെയാണ്? തീൻമൂർത്തി ഭവനിൽ ഒരു ദിവസം, ഈ പറയുന്ന ദിവസം രാവിലെ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. പക്ഷേ ആ മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരുപാട് ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിരുന്നു. എന്താണ് കാര്യം? അത് ചൈനയുമായുള്ള യുദ്ധത്തിൽ ഉണ്ടായ തോൽവിയാണ്. ആ തോൽവി അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്താണ് ആ പ്രയാസം എന്ന് യുദ്ധം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രയാസപ്പെടുന്നത്. അതെ, യുദ്ധം ചെയ്യേണ്ടി വന്നു. അതെ, അതിൽ ഒരു ഹ്യൂമിലിയേഷനും കൂടി ഉണ്ടായി. അപ്പോൾ ആ യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈ ബൈ എന്ന് പറഞ്ഞാൽ അത് ഒരു വഞ്ചനയായിട്ടാണ് അദ്ദേഹം അതിലാണ് ശരിക്കും പറഞ്ഞാൽ റിമോഴ്സ് അദ്ദേഹത്തിന് ഉണ്ടായത്. അതാണെന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അന്തിമമായിട്ട് അത് എത്തിപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ശാരീരികമായി അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ വളരെ മോശമാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കശ്മീരിലൊക്കെ പോയി എന്നിട്ട് റീക്യൂപ്പറേറ്റ് ചെയ്യാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിരുന്നു. ആ പീരീഡിൽ ഉറക്കം നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. ആ 62-ന് ശേഷമുള്ള 64 വരെയുള്ള സമയത്ത് അദ്ദേഹത്തിന് അത് വല്ലാതെ ബാധിച്ചിരുന്നു. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കൂടി കടന്നു പോകേണ്ടി വന്നു അദ്ദേഹത്തിന്. അതും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക രാജ്യവുമായുള്ള ബന്ധത്തിൻ്റെ ഒരു സംഗതിയാണ്. ഇവിടെ നോക്കൂ, ഈ കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ
ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നത് വാറല്ല. ഒരു വാറിനേക്കാളും വലിയൊരു വാറെന്ന് വെച്ചാൽ ഗവൺമെൻറ് ആ രാജ്യത്തെ ജനതയോട് നടത്തുന്ന വാറാണ്. അത് ഏറ്റവും പ്രകടമായ തരത്തിൽ ഈ കറൻസി സംഗതിയിലൂടെ, ഈ നോട്ട് നിരോധനത്തിലൂടെ നരേന്ദ്രമോദി നടപ്പാക്കിയതാണ്. അങ്ങനെ ഒരാൾ, ഞാൻ പറഞ്ഞു, ബാക്കി എല്ലാ ഈ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലെ ബാക്കി എല്ലാ തരത്തിലുള്ള ഫാസിസ്റ്റ് നടപടികളും നമുക്ക് എണ്ണി പറയാവുന്നതേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലമാണ് നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷേ നോക്കൂ, ജവഹർലാൽ നെഹ്റു യുദ്ധം ചെയ്യേണ്ടി വന്നതിൽ, അതിൽ പരാജയപ്പെട്ടതിൽ ഒക്കെ ഖേദിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് അവസാനം 64 അദ്ദേഹം വിടവാങ്ങുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം സ്വന്തം ജനതയോട് ഈ പറഞ്ഞ നോട്ട് നിരോധനത്തിലൂടെ ക്യൂ നിന്ന് മനുഷ്യർ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ട് പോലും തരിമ്പും റിമോഴ്സ് ഇല്ലാതെ, തരിമ്പും ഒരു പശ്ചാത്താപമില്ലാതെ 2002 ഗുജറാത്ത് കലാപമെന്നല്ല കൂട്ടക്കൊല എന്ന് വിളിക്കേണ്ട മുസ്ലിം നരഹത്യയുടെ ഒരു വലിയ ഒരു ചരിത്രം, ആ ചരിത്രമുള്ള നരേന്ദ്രമോദി ഈ സ്ഥാനത്തേക്ക് വന്നത് തന്നെ ഒരർത്ഥത്തിൽ നമ്മുടെ ഒരു എന്താ പറയുക ജനാധിപത്യത്തിൻ്റെ വൈപരീത്യം എന്നേ ഞാൻ പറയുള്ളൂ. അക്കാലത്ത് ഭരണത്തിലിരിക്കേണ്ടി, അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള പോട്ടെ, ഭരണത്തിലിരിക്കേണ്ടി വന്ന ഒരാളെന്ന നിലയിൽ അതിൽ പോലും ഒരു തരിമ്പും ഖേദമില്ലാത്ത ഒരാൾ 10 വർഷമല്ല 12 വർഷമല്ല 25 വർഷം ഭരിച്ചാലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡും അല്ല. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ അഭിമാനിക്കാനൊന്നുമില്ല എന്നുള്ളത് മാത്രമല്ല, തികഞ്ഞ അപമാനമായിരിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. ദിവസം ഇപ്പം മോദി 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇപ്പുറത്തുള്ള പ്രതിപക്ഷ ചേരിക്ക് ഹോപ്പ് നഷ്ടപ്പെടുത്തും വിധത്തിൽ സമ്പൂർണ്ണമായും സംഘപരിവാറിന് അനുകൂലമായ ഒരു രാഷ്ട്രവും സാമൂഹിക ക്രമവും രാഷ്ട്രീയ ക്രമവുമായിട്ട് മാറ്റുന്നതിൽ എന്തുമാത്രം മോദി അവരുടെ ഒരു പെർസ്പെക്റ്റീവ് വിജയിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന, ഇപ്പം ഒരു സംഘപ്രവർത്തനം സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. ഈ നമ്പറിൻ്റെ കളി വേറെയാണ്. ഇപ്പം പ്രമോദ് സാർ അത് പറഞ്ഞു, 4399 ദിവസം എന്ന് പറയുന്നത് അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിൽ കാര്യമില്ലാത്ത ഒന്നാമത് നെഹ്റു ആ 4398 ദിവസം അത് അവസാനിക്കുന്ന നെഹ്റു മരിച്ചു പോയതുകൊണ്ടാണ്. അദ്ദേഹത്തിന് മാൻഡേറ്റ് 62 മുതൽ 64 വരെ 67 വരെ ഉണ്ടാവും. 62-ലാണ് മൂന്നാമത്തെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ 67 വരെ മാൻഡേറ്റ് ഉള്ള ആളാണ്. അപ്പോൾ ആ ഒരു ഒന്ന് അവിടെ ഉണ്ട്. രണ്ടാമത്തെ നെഹ്റുവിൻ്റെ ആക്ച്വൽ ഡേയ്സ് ആസ് PM എന്ന് പറയും. PM കസേര അദ്ദേഹം ഇരുന്നതെന്ന് ഇത്രയല്ല, 47 മുതൽ 5 വർഷം അവിടെ വേറെ കിടപ്പുണ്ട്. 4 വർഷവും 250 ദിവസമായിട്ടുമാണ് അദ്ദേഹം ഈ നോൺ എലക്റ്റഡ് അല്ലാതെ പ്രധാനമന്ത്രി കസേര ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ആ കണക്കിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ ഈ കണക്ക് വളരെ സവിശേഷമായി ആഘോഷിക്കുമ്പോൾ ഈ പറയുന്ന ഈ എന്താണ് നാഷണൽ ചാനൽ നമ്മൾ പറയുന്ന ചാണക ചാനലുകൾ ഇത് വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദുത്വ ബ്രിഗേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർമുഖം എന്ന് പറയുന്നത് നെഹ്റു ലെഗസിയെ അൺഡു ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ, പാർലമെൻറ്റിലൊക്കെ എന്ത് ഡിബേറ്റ് നടക്കും അത് നെഹ്റുവാണ്. നെഹ്റുവിനെ ചീത്ത പറയുക എന്നുള്ളത് ഒരു ദിനചര്യയായിട്ട് മാറിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തിനാണ് നെഹ്റുവിനെ? രാഹുൽ ഗാന്ധി ചീത്ത പറഞ്ഞാൽ പോരെ? രാഹുൽ ഗാന്ധിയെ ചീത്ത പറയുന്നതിനേക്കാൾ കൂടുതൽ, സോണിയാഗാന്ധിയെ ചീത്ത പറയുന്നതിന് കൂടുതൽ നെഹ്റുവിനെ ചീത്ത പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫിലോസഫിക്കൽ ഇതുണ്ട്. എന്നുവെച്ചാൽ നെഹ്റുവാണ് ഈ രാജ്യത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ട മനുഷ്യൻ. മനസ്സിലായി? അദ്ദേഹം സ്ഥാപിച്ച ഒരു പോളിറ്റി, ഒരു രാജ്യത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നം, ഒരു ഭാവന, അതിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അത് തീർത്തും വിരുദ്ധമായൊരു ദിശയിലേക്ക് വേറൊരു നാഷൻ ബിൽഡിംഗ് പ്രോസസ്സാണ്. നെഹ്റു ഏത് നിലയ്ക്കുള്ളൊരു നാഷൻ ബിൽഡിംഗ് എക്സസൈസാണ് നടത്തിയത്, അതിന് വിപരീത ദിശയിലുള്ള ഒരു നാഷണൽ ബിൽഡിംഗ് എക്സസൈസാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ മുന്നേറ്റം അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സസൈസ് നടത്തുമ്പോൾ അവർക്ക് ആദ്യം പൊളിക്കേണ്ടത് എന്താണ്? ഈ നെഹ്റുവിയൻ ലെഗസിയാണ് പൊളിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ദിവസം നമ്മളാരും ശ്രദ്ധിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടെന്നുള്ളത്. 4398 ദിവസം ഇന്നലെ നെഹ്റു ഇന്നേക്ക് അത് മോഡി സർപ്പാസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. അതൊരു സവിശേഷമായി അത് പിക്ക് ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. കേന്ദ്ര മന്ത്രിസഭ പ്രത്യേക പ്രമേയം പാസ്സാക്കുകയാണ് നിഷാദെ, ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ മഹത്തായ നേട്ടം നേടി. എഗൻ അതിലുള്ള ഒരു വഷളത്തിരിതാണ് നെഹ്റു. ആ മനുഷ്യൻ മരിച്ചു പോയത് കൊണ്ടാണെന്നേ. അദ്ദേഹത്തിന് മാൻഡേറ്റ് ഇനിയും 3 വർഷം ബാക്കിയുണ്ടായിരുന്നു. നന്ന ചുരുങ്ങിയത് ഓക്കെ, നോൺ എലക്റ്റഡ് ടൈം മാറ്റി വെക്കാമെന്ന് വിചാരിക്കുക. എന്നാൽ ഈ സമയം എടുക്കണ്ടേ? അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് ഇല്ലേ, അത് 67 വരെ ഇല്ലേ? അതല്ലേ ചെയ്യേണ്ടത്? ആ മനുഷ്യൻ മരിച്ചു പോയതിൻ്റെ ആ ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം ഇങ്ങനെ പറയും. എന്തൊരു വഷളത്തിലാണത്. അപ്പോൾ ഇതിലൊറ്റ കാര്യമുള്ളൂ, നെഹ്റുവിയൻ ലെഗസി അത്
അത് പൊളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. പക്ഷെ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ നെഹ്റുവിയൻ ലെഗസിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കണക്കുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ 52-ലാണ് നെഹ്റു ആദ്യമായിട്ട് ഇലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ ആവുന്നത്. ആ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ ടോട്ടൽ വോട്ട് പെർസെൻറ്റേജ് എത്രയാണ്? 45%. 52-ൽ 45%. ഇത് കണക്കുകളുടെ കളിയാണെങ്കിൽ വേറെ കണക്കുകളാണ് ഞാൻ പറയുന്നത്. 57-ൽ രണ്ടാമത്തെ ഇലക്ഷനിൽ അത് 47.8%. ആദ്യത്തെ ഇലക്ഷനിൽ 45%, പിന്നെ 47%. 62-ൽ അത് അഗൈൻ 44.7% ആകുകയാണ്. എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ അത് പുറകോട്ട് പോകുന്നില്ല. ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് എപ്പോൾ കിട്ടുന്നുണ്ട്? രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് കിട്ടിയതാണ്. 45 ആണ് ഒന്നാമത്തെങ്കിൽ 44% കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഈ പുതിയ ഇതിലേക്ക് എടുക്കുക. 2014-ലാണല്ലോ മോഡി റെജീം തുടങ്ങുന്നത്. 2014-ൽ BJPയുടെ എല്ലാം ഞാൻ പറയുന്നത് എൻ ഡി എ മൊത്തത്തിൽ നേടിയ വോട്ട് പെർസെൻറ്റേജ് എത്ര അറിയോ? 38.5% ആണ്. അങ്ങനെയും ചില കമ്പാരിസൺസ് നടത്തണം. നമ്മൾ ദിവസത്തിൻ്റെ എണ്ണം മാത്രം എടുക്കരുതല്ലോ. 38.5% NDA, BJP alone അല്ല, BJP alone അതിലും കുറയും. 35 മറ്റേ വരുള്ളതാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, 2019-ലേക്ക് വരുമ്പോൾ NDA ഓഫ് കോഴ്സ് 44%, 44.9%-ലേക്ക് കയറുന്നുണ്ട്. ആബ്സല്യൂട്ട് മെജോറിറ്റി ഒറ്റയ്ക്ക് തന്നെ അവർക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷം കിട്ടുന്നു. പക്ഷേ 2024-എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 44.4% ഉള്ളത് 44.2% ആയിട്ട് വോട്ട് ഷെയർ ചെറിയ രീതി കുറയാണ്. പക്ഷേ നമുക്കറിയാം സീറ്റുകൾ വലിയ തോതിൽ കുറയാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ പോകും. എന്ന് പറഞ്ഞാൽ നെഹ്റുവിന് കിട്ടിയൊരു മാൻഡേറ്റ് ഒരിക്കലും BJPക്ക് എന്നുള്ളതല്ല, NDAക്ക് കിട്ടിയിട്ടില്ല. ആ മനുഷ്യരാണ് 67 വരെ മാൻഡേറ്റ് കിട്ടിയൊരു മനുഷ്യൻ മരിച്ചുപോയതിൻ്റെ പിറ്റേ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ക്രോസ് ചെയ്തേ എന്ന് പറയുന്നത് എന്തൊരു വഷളത്തിലാണത്. ഞാനും നിഷാദും കൂടി ഓട്ട മത്സരം നടത്തുകയാണ്. ഇനി മത്സരത്തിൽ വഴിയെ വെച്ച് നിഷാദ് കുഴഞ്ഞു പോകുമോ, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും, എന്തോ ചെയ്യുന്നു. ഞാൻ ജയിച്ചതെന്ന് പറഞ്ഞ് ഞാൻ അലറി വിളിക്കുന്നതിൽ എന്തുമാത്രം അല്പത്തരമുണ്ട് അതിനകത്ത്. ആ അല്പത്തരാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു നെഹ്റുവിയൻ ലെഗസിയെക്കുറിച്ച് സംസാരിക്കും. ഇതുകൂടെ നമ്മുടെ ഓർമ്മയിലുണ്ട് ഒന്ന്. പിന്നെ ഈ പറയുന്ന നെഹ്റുവിൻ്റെ എന്തായിരുന്നു നെഹ്റുവിൻ്റെ ഭരണം എന്നുള്ളത് നോക്കൂ. നെഹ്റുവിൻ്റെ ഒന്നാമത്തെ ക്യാബിനറ്റ് എടുക്കുക. ഒന്നാമത്തെ ക്യാബിനറ്റിൽ ആരൊക്കെയുള്ളത്? അംബേദ്കർ ക്യാബിനറ്റിൽ ഇരിക്കുകയാണ്. തൊട്ടപ്പുറത്തിരിക്കുകയാണ് ശ്യാം പ്രസാദ് മുഖർജി. ആലോചിച്ച് നോക്കൂ, പോൾ അപ്പാർട്ട് എന്ന് പറയാവുന്ന വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയതകൾ. ശ്യാം പ്രസാദ് മുഖർജി ഹിന്ദുത്വ ബ്രിഗേഡിൻ്റെ മുഖമാണ്, ജനസംഘത്തിൻ്റെ സ്ഥാപകനാണ്, അന്ന് ഹിന്ദു മഹാസഭയുടെ നേതാവ്. ഈ ഹിന്ദുത്വ ഐഡിയോളജിയെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിരാകരിക്കുന്ന, ഹിന്ദുത്വ സങ്കല്പത്തെ തന്നെ നിരാകരിക്കുന്ന അംബേദ്കർ ഇടത്തിരിക്കുന്നു, ശ്യാം പ്രസാദ് മുഖർജി ഇരിക്കുന്നു. ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു ബാലൻസിങ് ആക്ട് നടത്താൻ പറ്റുന്ന മട്ടിൽ കുറച്ചിങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്ന പട്ടേൽ ഇരിക്കുന്നു. മുസ്ലിം പണ്ഡിതൻ ഖുർആൻ വ്യാഖ്യാതാവായിട്ടുള്ള അബുൽ കലാം ആസാദ് ഇരിക്കുന്നു. റാഫി അഹമ്മദ് ഖിദ്വായി ഇരിക്കുന്നു. 2 സിഖ് മന്ത്രിമാരിരിക്കുന്നു. ജോൺ മത്തായി ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയായിട്ടിരിക്കുന്നു. ക്രിസ്ത്യാനി പ്രതിനിധി എന്നുള്ളത് ക്രിസ്ത്യാനിയായ ഒരാളിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കൂടെ പങ്കെടുത്ത അതിൽ സേവനം ചെയ്ത ആളുകളിരിക്കുന്നു. ഇങ്ങനെ ഇന്ത്യൻ ദേശീയതയുടെ അതിൻ്റെ വൈവിധ്യങ്ങളെ മുഴുവൻ, വൈവിധ്യങ്ങളെ എന്ന് മാത്രമല്ല വൈരുദ്ധ്യങ്ങളെ തന്നെ, അതിൻ്റെ മുഴുവൻ വൈവിധ്യങ്ങളെയും സമന്വയിപ്പിച്ച ഒരു അസാധാരണമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു കൂട്ടായിരുന്നു അത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാബിനറ്റ് ഉണ്ടായത്? അങ്ങനൊരു നോക്കൂ, അംബേദ്കറിന് കോൺഗ്രസിൻ്റെ അങ്ങേയറ്റത്തെ വിമർശകനായിരുന്നു. അങ്ങനെ ഒരു ക്യാബിനറ്റ് ഉണ്ടാകാൻ കാരണം ഈ പറയുന്ന അതാണ് നെഹ്റുവിയൻ ലെഗസി എന്ന് പറയുന്നത്. ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അവിടെ നിന്നാണ് ഇന്ന് ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഒരു മന്ത്രിസഭ എന്നുള്ളത് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ഒരു ഇന്ത്യൻ ഡിവേഴ്സിറ്റിയെ പൂർണ്ണമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന, അതിനെ ആഘോഷിക്കുന്ന പാർസി സമുദായത്തിന് പോലും മന്ത്രി ഉണ്ടായിരുന്നു ആ മന്ത്രിസഭ എന്ന് ഓർക്കണം. അതിന് യഥാർത്ഥത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലെഗസി, അതാണ് നെഹ്റുവിൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതായിരുന്നു. അതിനനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് മുമ്പ് നമ്മളായിരുന്നു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലും ഈ ഭരണഘടന രൂപീകരണ അസംബ്ലിയിൽ അതിൽ മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാരുണ്ട്. ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബുണ്ട്, ബി പോക്കർ സാഹിബുണ്ട്. അന്നതിൽ അവർ സജീവമായി ഇടപെട്ടാണ്. അതിൽ പോക്കർ സാഹിബിൻ്റെ ഒക്കെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫെഡറൽ തത്വങ്ങളെ അതിൻ്റെ കോൺസെപ്ച്വൽ ബേസിക്സ് ആ വിഷയത്തിലൊക്കെ അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ ചരിത്ര പ്രസിദ്ധമാണ്. അങ്ങേയറ്റം സ്കോളർലി ആയിട്ടുള്ള
നിർദ്ദേശങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. CPIയുടെ മെമ്പർമാരുണ്ടായിരുന്നു. CPIയുടെ മെമ്പർമാരെന്ന് പറയുമ്പോൾ അവർ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെ ബ്രിട്ടീഷ് ട്രാപ്പാണെന്നുള്ള നിലപാടായിരുന്നു അവർക്ക്. ഈ സ്വാതന്ത്ര്യം തന്നെ സ്വാതന്ത്ര്യമല്ല എന്ന നിലപാട് സ്വീകരിച്ച ഇന്ത്യ ഒരു കൾച്ചറൽ സമ്പൂർണ്ണമായിട്ടുള്ള ഓട്ടോണമിയുള്ള ഒരു ലൂസ് ഫെഡറേറ്റ് ആവണം എന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ടായിരുന്ന ഇന്ന് നമ്മൾ ഭാവിക്കുന്ന തരത്തിലൊരു ഇന്ത്യ എന്നൊരു സങ്കല്പമേ അന്ന് CPIക്ക് ഉണ്ടായിരുന്നില്ല, വേറൊരു സങ്കല്പമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, പക്ഷെ അവരും കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഭാഗമാണെന്നേ. ഇത് സ്വാതന്ത്ര്യമല്ല എന്ന് വിചാരിച്ച ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി തന്നെ ബ്രിട്ടീഷ് ട്രാപ്പ് ആണ് എന്ന് ഔദ്യോഗികമായി പ്രസ്താവിച്ച CPIയുടെ ഉത്തരവാദപ്പെട്ടിട്ടുള്ള വലിയ പണ്ഡിതന്മാരായിട്ടുള്ള നേതാക്കന്മാർ അതിനകത്തുണ്ട്, മുസ്ലിം ലീഗ് നേതാക്കന്മാർ അതിനകത്തുണ്ട്. ഈ പറയുന്ന റൈറ്റ് വിങ് കാഴ്ചപ്പാടുകളെ, ഗോസംരക്ഷണം പോലെയുള്ള നിലപാടുകൾ, അത്തരം സംഗതികൾ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ ഭയങ്കര ഇൻക്ലൂസീവ് നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ കറണ്ടുകളെയും പ്രതിനിധീകരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭരണഘടന നമുക്കുണ്ടായത്. നമ്മുടെ ഭരണഘടനയിൽ ആധുനിക ജനാധിപത്യ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നത്. സോഷ്യലിസം 70കളിലാണ് വരുന്നത്. ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടനയിൽ എങ്ങനെയാണ് ഗോവധ നിരോധനം ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളായിട്ട് വരിക? അത് ഒരു റിലീജിയസ് മൊറാലിറ്റിയുടെ ഭാഗമായിട്ടുള്ളതല്ലേ അതെന്തുകൊണ്ടാണ് വരുന്നത്? ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ തീർത്തും ആധുനികമായുള്ളൊരു പരികല്പനയാണ്. അപ്പോൾ അത്രയും ആധുനികമായ പരികല്പനയിൽ രൂപപ്പെട്ട ഒരു ഭരണഘടനയിൽ ഒരു ആധുനികപൂർവമായിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ വരികയാണ്. മദ്യനിരോധനം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ വരികയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒരു ആധുനിക പുരോഗമന ആധുനിക റിപ്പബ്ലിക്കിൽ. കാരണം അത് പേഴ്സണൽ ലിബർട്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതെങ്ങനെയാണ് ഈ ഒരു ഭരണഘടനയിൽ വരിക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ അതിനെയും അക്കമഡേറ്റ് ചെയ്യുന്നു. ഈ ധാർമ്മിക സങ്കല്പങ്ങളെയും മതപരമായുള്ള സങ്കല്പങ്ങളെയും അക്കമഡേറ്റ് ചെയ്യുന്നു. പേഴ്സണൽ ലോസ്, പേഴ്സണൽ ലോസിന് വേണ്ടി ശക്തമായി ബാധിച്ചത് ബിപോക്കർ സാഹിബാണ്, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്. അംബേദ്കർ അതിനെ എതിർക്കുന്നുണ്ട് കേട്ടോ, അംബേദ്കർ എതിർക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണൽ ലോ അംഗീകരിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരേ സമയം ആധുനിക മതേതര റിപ്പബ്ലിക് ആയിരിക്കുകയും അതേസമയം ഇത്തരം ധാർമ്മികമായിട്ടുള്ള സംഗതികളെ അക്കമഡേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും സ്വഭാവത്തിൽ ആ ഭാവനകളെയെല്ലാം കൂട്ടുചേർക്കുക എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ വ്യത്യസ്ത ഇന്ത്യൻ ദേശീയത രൂപപ്പെടുന്നതെന്ന് എങ്ങനെയാണെന്ന് ആലോചിക്കുക. ഇത്തരം വ്യത്യസ്ത ഭാവനകളുള്ള മനുഷ്യർ പൊരുതിയാണ് ഇന്ത്യൻ ദേശീയത രൂപപ്പെടുന്നത്. മുസ്ലിം ലീഗ് ഒരു ഭാഗത്തുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഭാഗത്തുണ്ട്, RSS ഹിന്ദുത്വ ബ്രിഗേഡ് മറ്റൊരു ഭാഗത്തുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് ഊർജ്ജം വേസ്റ്റാക്കണം എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇന്ത്യയെ ആയിരുന്നില്ല അവരുടെ സങ്കല്പത്തിലുണ്ടായിരുന്നത്. നമുക്ക് ഗാന്ധിജി 1924 AICCയുടെ പ്രസിഡൻ്റ് ആകുന്നത്. മഹാത്മാഗാന്ധിജി AICCയുടെ പ്രസിഡൻ്റ് ആകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. മനസ്സിലാക്കണം, 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു ആര്? ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ആൾ. അതും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം AICCയുടെ പ്രസിഡൻ്റ് ആവുന്നത്. ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഖിലാഫത്ത് എന്നതിനെക്കുറിച്ചൊരു ചർച്ച പോലും സാധ്യമല്ലാത്ത, അങ്ങനെ ഒരാൾ ചർച്ച ചെയ്യുന്നത് പോലും എന്തൊരു അപകടകരമായിട്ട് കാണുന്നൊരു സാഹചര്യമാണ്. ഞാൻ ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗ സർവാധിപത്യം ഇന്നും ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. തൊഴിലാളി ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊലറ്റേറിയറ്റ് എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചൊരു പാർട്ടിയാണ്. അവരുമുണ്ട് ഇതിനകത്ത്. ഖിലാഫത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തിയ ആളുകളുമുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്. ഇവരെല്ലാം ചേർന്ന് പണിയെടുത്തു, ബ്രിട്ടീഷുകാർ പോകുന്നു. അപ്പോൾ അവരെല്ലാം ചേർന്ന് ഇരുന്ന് ദിവസങ്ങളോളം ഡിബേറ്റ് ചെയ്തിട്ട് ഭരണഘടന ഉണ്ടാകുന്നു, ഒരു മന്ത്രിസഭയുണ്ടാകുന്നു. ഈ ഡിബേറ്റുകളും ഭരണഘടനാ വിഭാവനകളെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന സ്വഭാവത്തിലൊരു മന്ത്രിസഭ നെഹ്റു രൂപീകരിക്കുന്നു. ആ നിലയിൽ അദ്ദേഹം രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ ഇതാണ് നെഹ്റുവിയൻ ലെഗസിയും ഈ മോഡി ലെഗസിയും കുറിച്ചുള്ളൊരു താരതമ്യത്തിൽ ഈ ദിവസക്കണക്കുകൾ എന്ന് പറയുന്ന ഈ അല്പത്തരല്ല എടുക്കേണ്ടത് ഈ ലെഗസിയെക്കുറിച്ച്. അപ്പോൾ അതിൽ ഓഫ് കോഴ്സ് ഞാൻ പറയുന്നത് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന കാര്യം ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ധാരയായിട്ടതുണ്ടായിരുന്നു. ആ ധാര അത് നമ്മുടെ മുഖ്യധാരയായി മാറുന്നു, അല്ലെങ്കിൽ അത് സർവവും ആഗിരണം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാഭാവികമായൊരു മ്യൂട്ടേഷൻ പ്രക്രിയയിലേക്ക് കടന്നു എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതിന് എങ്ങനെയാണ് ഇതിനെ മറികടക്കുക?
ഇതിനെ മറികടക്കുക എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ദേശീയത ഫോം ചെയ്യപ്പെട്ടത്, എന്തായിരുന്നു നെഹ്റുവിയൻ ലെഗസി എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ ആലോചിക്കണം കേട്ടോ. നെഹ്റു 45% വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി കിട്ടിയത് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ്? 55% ജനങ്ങളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ്. 38% ജനങ്ങളാണ് മോഡിക്ക് വോട്ട് ചെയ്തത്. അതിനർത്ഥം എന്താണ്? മഹാഭൂരിപക്ഷം ജനങ്ങളും അദ്ദേഹത്തിനെതിരാണ് വോട്ട് ചെയ്തത്. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ബേസിക് ഫ്ലോ ആണ്. ഇതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ മഹാഭൂരിപക്ഷം ജനങ്ങളും വോട്ട് ചെയ്തിട്ടില്ലാത്തവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെതിരാണ് മഹാഭൂരിപക്ഷം. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് 2024 ഇലക്ഷനിൽ വോട്ട് ഷെയറിൽ കുറവ് വന്നിട്ടില്ലെങ്കിലും സീറ്റിൽ വലിയ കുറവ് വരാൻ കാരണം എന്താണ്? അപ്പുറത്ത് ഈ പ്രതിപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായെന്നുള്ളതാണ്. ഇത് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്തുള്ള അടിസ്ഥാനപരമായ പിഴവുകളാണ്. അപ്പോൾ ഈ മോഡി റെജീം എന്ന് ഞാനിപ്പോഴും നെഹ്റു മരിച്ചു പോയത് കൊണ്ടാണ് ഈ ലെഗസി ദിവസങ്ങൾ മറികടന്നു പറഞ്ഞല്ലോ. അങ്ങനെ അല്ലെന്ന് വിചാരിച്ചാൽ നെഹ്റുവിൻ്റെ ആ ലെഗസിയെ നരേന്ദ്രമോദി അല്ലെങ്കിൽ നന്നിച്ചൊരു ഒരു BJP പ്രധാനമന്ത്രി മറികടക്കുമെന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. ഇനിയും അവർ തുടരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് കാലത്തേക്കും അവർ തുടരും. ആ തുടരുക എന്ന് ചിലപ്പം ഇന്ത്യയുടെ ഫൗണ്ടേഷൻ നെഹ്റു ഉണ്ടാക്കിയത് മറ്റൊരു ഇന്ത്യയുടെ ഫൗണ്ടേഷൻസ് ഉണ്ടാക്കാനും ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് മെനക്കെടുന്നു. മാത്രം ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലേ. ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞാണ് ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. തൃണമൂൽ കോൺഗ്രസ് അവർ പാർലമെൻ്ററി ബ്ലോക്ക് അങ്ങോട്ട് പോകുന്നുള്ളത്. അടുത്ത സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ അടുത്ത UP ഇലക്ഷനിൽ സമാജ്വാദി പാർട്ടി പരാജയപ്പെടുകയാണെങ്കിൽ ഇപ്പോഴത്തെ പാർലമെൻറ്റിലെ SP ബ്ലോക്ക് ഇന്ന് തൃണമൂൽ ബ്ലോക്കിന് എന്താണ് സംഭവിച്ചത് അത് SP ബ്ലോക്കിന് സംഭവിക്കും. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ചർച്ചയിൽ പറഞ്ഞു. ഇന്ത്യ മുന്നണി ഇപ്പോൾ വെക്കേണ്ട ഒരേ ഒരു അജണ്ട എന്ന് പറയുന്നത് UP ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ലോക്സഭയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് 2/3 ഭൂരിപക്ഷം ഭരണഘടനാ ഭേദഗതി എന്നുള്ളൊരു സ്വപ്നം BJP നേതൃത്വത്തിനുണ്ട്. അത് നോക്കിക്കോ, അടുത്ത UP ഇലക്ഷന് ശേഷം അതെങ്ങനെ വർക്കൗട്ടാവും എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ ആലോചിക്കാം. അപ്പോൾ UP ഇലക്ഷൻ ഏറ്റവും പ്രധാനം. അത് വേറെ വിഷയം. പിന്നെ ഈ നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്തായിരുന്നു? ഈ സർവ്വധാരകളുടെയും ഒരു സമന്വയം എന്ന് പറയുന്ന രാഷ്ട്രീയ ധാരകളുടെയും സാംസ്കാരിക ധാരകളുടെയും സമന്വയം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ്. അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള വഴി. ആ നിലക്കുള്ള അതിന് എത്രത്തോളം കോൺഗ്രസ് എക്യുപ്ഡായി എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് പിന്നീട് വന്ന പ്രധാനമന്ത്രിമാരെ താരതമ്യം ചെയ്യുന്നതിൽ അടിസ്ഥാനപരമായി കുറേയധികം പ്രശ്നങ്ങളുണ്ട്. നെഹ്റുവിൻ്റെ കയ്യിൽ ഇന്ത്യയെ കിട്ടുമ്പോൾ ഇന്ത്യ എന്നു പേരുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു സംജ്ഞ മാത്രമായിരുന്നു. അദ്ദേഹം ഒരു വിലാസം ഉണ്ടാക്കിയ ആളാണ്. ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഉൽപ്പാദനം ഉണ്ടായിരുന്നില്ല, പട്ടാളം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒന്ന് ഏറ്റവും അവസാനത്തെ ഗവൺമെൻറ് എടുത്തുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പലതും വെറ്റുകളെയാണ് അവർ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ആ താരതമ്യത്തിൽ തന്നെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ കാണേണ്ട കാര്യമാണ്.